ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ നസീർ നൂർജഹാനുമായിട്ട് പോകാൻ തുടങ്ങുമ്പോ അങ്ങോട്ടൊരു ചെറുക്കം വരെയാണ്. വണ്ടി എടുത്ത് മാറ്റടാ എന്ന് പറഞ്ഞ് നസീർ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും വണ്ടി എടുത്ത് മാറ്റാം, അതിനു മുമ്പ് ഇതൊന്നൊരാളെ ഇറക്കണം, നൂർജഹാനെ ഇറങ്ങി വാ. അപ്പൊ നൂർജഹാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോ നസീർ പിടിച്ചു വെക്കണേ. ഇക്ക പൊക്കോ, ഇതാണ് ഞാൻ കാത്തുനിന്ന എന്റെ ഫ്രണ്ട്, ഞങ്ങൾ ഒരു കോളേജിലാണ്, എന്റെ സീനിയർ ആയിരുന്നു, ഞങ്ങൾ റിസൾട്ട് നോക്കാൻ പോവാ എന്ന് പറഞ്ഞ് കൈ മാറ്റിയിട്ട് നൂർജഹാൻ ഇറങ്ങി പോകുമ്പോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് നസീർ ഇറങ്ങി വരും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. മതമൈത്രിയാണ് എന്റെ മാമാന്റെ മോള് ഉദ്ദേശിക്കുന്നതല്ലേ? മാമ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? നൂർജ പറയും, ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, ഇക്കതിൽ ഇടപെടണ്ട. അപ്പൊ അവൻ പറയും, അല്ലെങ്കിൽ നീ എന്തിനാ കാട് കയറി ചിന്തിക്കുന്നത്? ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചവരാ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കോളേജിൽ പോകുന്നതിന് നീ എന്തിനാ ഇങ്ങനെ തെറ്റായ അർത്ഥം എടുക്കുന്നത്? അതിൽ നസറിടാ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഷോൾഡറിൽ കയറി പിടിക്കാം. ഞാനേ ഇവളെ കെട്ടാൻ പോകുന്നതിനാ, എന്റെ ഉമ്മച്ചിയും ഇവളുടെ ബാപ്പച്ചിയും കൂടെ മുന്നേ തീരുമാനിച്ചുറപ്പിച്ചതാ ഇവൾ എനിക്കുള്ളതാണെന്ന്. അതുകൊണ്ട് എന്റെ മോൻ പോ, ഈ സ്ഥലം കുറച്ച് പെശകാണ്, അതുപോലെ ഞാനും ഇപ്പോ. അതില് അവൻ പറയും പോയില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും നസീർ അങ്ങ് അടിക്കണേ. അവനും ഒട്ടും മോശമല്ല, തിരിച്ചു അടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു അടിപിടി നടക്കണേ. നൂർജഹാൻ ആകെ പേടിച്ചു നിൽക്ക. അത് നടു റോട്ടില്. നീ തീർന്നടാ, നിന്റെ മയ്യത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നസീറിന്റെ ഫ്രണ്ട്സുമാര് ഇവനെ പിടിച്ചു വെക്കും. അങ്ങനെ നസീർ നന്നായിട്ട് ഇങ്ങനെ തല്ലി ചതയ്ക്ക. അപ്പോഴായിരിക്കും ശാലിനി കാറിൽ അങ്ങോട്ട് വരുന്നത്. അപ്പോ ശാലിനി കാറിന്ന് ഇറങ്ങി വരണേ. ഇവനെ കാണുന്നതും ശാലിനി അങ്ങ് ഞെട്ടും. എല്ലാവരും പരസ്പരം നോക്കണേ. ഇവനും ശാലിനിയെ കാണുമ്പോ ഞെട്ടുന്നുണ്ട്. ഇതാരാണെന്ന് വെച്ചാ രാജലക്ഷ്മിയുടെ മകനാണ്. മുമ്പ് ശാരദയുടെ മകള് നിന്നെക്കാളും മുന്നിലാണെന്ന് പറഞ്ഞാലേ നിന്നെ ഞാൻ ഈ കാടിവെള്ളം കുടിപ്പിക്കും എന്ന് പറഞ്ഞ് കുടിപ്പിച്ച കാര്യങ്ങളും, പിന്നീട് ശാരദാമ്മയുടെ ഹോട്ടലിൽ വന്നപ്പോ ശാരദാമ്മയും എല്ലാവരും ഭക്ഷണം കൊടുത്തപ്പോ ശാലിനി അതിന് കയറി ദേഷ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവനിങ്ങനെ ആലോചിക്കണേ. ചേച്ചി അനുപ നീ അതില് ശാലിനി കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവൻ അടിക്കുകയാണെന്ന്. അങ്ങനെ നസീറിന്റെ മുന്നിൽ വന്നിട്ട് പറയും, ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ ശാലിനി വിഷ്ണു, ഇതെന്റെ അനിയനാണ്. ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് സംസാരിച്ചു തീർക്കാം. അനിയനാണെന്ന് കേൾക്കുമ്പോ, അതും ജില്ലാ കളക്ടറുടെ അനിയനാണെന്ന് കേൾക്കുമ്പോ നസീർ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് അനിയനായി അംഗീകരിച്ച ആ ഒരു ഞെട്ടലില് അനൂപിന്റെ മുഖത്തുണ്ട്. ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് സംസാരിച്ചു തീർക്കാം, അതല്ല ഇനി തല്ലി തീർക്കണം എന്നാണെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. ജില്ല ഭരിക്കുന്ന കളക്ടർക്ക് എവിടം വരെ പോകാൻ പറ്റുമോ അതുവരെ ഞാൻ എന്റെ അനിയനെയും കൂട്ടി പോകും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്താ വേണ്ടത്? എന്തിനും ഞാൻ തയ്യാറാ. ഈ സമയം നസീറിന്റെ ഫ്രണ്ട് പറയും, എടാ നമുക്കിപ്പോ മാറുന്നതാ നല്ലത്. നസീർ പറയും, മാഡം ഞാനിപ്പോ പോകുന്നു, ഇത് തുടരാനാണ് ഭാവമെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കാണിച്ചു തരാം, വാടാ. നൂർജഹാനോട് പറയും, നീ വീട്ടിലേക്കല്ലേ വരുന്നത്, കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നസീറും ഫ്രണ്ട്സും പോവാ. അങ്ങനെ അവര് പോയി കഴിഞ്ഞാ അനൂപ് ചേച്ചി. അപ്പൊ ശാലിനി പറയും, എത്ര നാളായിടാ കണ്ടിട്ട് എന്ന് പറഞ്ഞ് തോളില് കൈവയ്ക്ക. നിനക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. ശാലിനിക്കും, ഇതാരാ? എന്റെ ഫ്രണ്ടാ നൂർജഹാൻ. ചേച്ചി ഞങ്ങൾ നൂർജഹാന്റെ റിസൾട്ട് അറിയാൻ പോകുന്ന വഴിയാ, വെറുതെ തടഞ്ഞു നിർത്തി പ്രശ്നം ഉണ്ടാക്കിയത് അവന്മാരാ. നൂർജഹാനോട് അതാരാന്ന് ചോദിക്കുമ്പോ അതാരാണെന്നുള്ളത് നൂർജഹാൻ പറയും, തനി കണ്ടാമൃഗം, മനുഷ്യപ്പറ്റില്ലാത്ത സാധനം. പിന്നെ ചേച്ചി എനിക്കറിയാം, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്റെ കാര്യോ എന്ന് പറഞ്ഞ അനൂപിനെ നോക്കും. ആ അതെ, വിഷ്ണുവേട്ടൻ ഞങ്ങളുടെ വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ ശാലിനിക്കും സുബൈറിക്കയുടെ മോളാണോ? നൂർജഹാൻ പറയും, അതെ, പക്ഷെ അനൂപായിട്ടുള്ള റിലേഷൻ ഒന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ, അല്ല അനിയനാണെന്നുള്ള കാര്യം. അപ്പൊ ശാലിനി പറയും, ആ കഥയൊക്കെ ഇനിയും അവൻ പറഞ്ഞോളൂ. അപ്പൊ ശാലിനി പറയും, അതെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് വീട്ടിലേക്ക് വരണം, എന്നിട്ടേ പോകാവൂ. അനൂപ് പറയും, ഞാൻ വന്നോളാം. ശാലിനി പറയും, എന്നാ പിന്നെ നിങ്ങൾ പൊക്കോ. അങ്ങനെ അവരവിടുന്ന് പോവാണേ. പോയി കഴിഞ്ഞാൽ ശാലിനി വിചാരിക്കും ഈ പോക്ക് കുഴപ്പാ എല്ലാവർക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നസീർ നേരെ സുബൈറിക്കെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയണേ, നീ അകത്തേക്ക് കയറി, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. നസീർ പറയും, ഇല്ല, ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടിയിട്ടേ ഞാൻ ഇനി അകത്തേക്കുള്ളൂ. എന്താ ഞാനും നൂറും തമ്മിലുള്ള നിക്കാഹിന് തടസ്സം? കൊച്ചുനാള് മുതലേ എന്റെ ഉമ്മയുമായിട്ട് സംസാരിച്ചുറപ്പിച്ച കാര്യമല്ലേ, അവളുടെ പഠിത്തം കഴിയട്ടെ. അവളുടെ പഠിത്തം അതെന്താന്ന് ഞാൻ ശരിക്കും കണ്ടു, അവളുടെ പോക്ക് ശരിയല്ല. മാമ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിലേ എന്നോട് പറ, ഞാൻ വരച്ച വരയിൽ നിർത്തി തരാം. സുബർക്കയ്ക്ക് നീ ശോഭിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല അല്ലേ? എല്ലാത്തിനും കാരണം ആ വാടകക്കാരാ. അപ്പൊ ഉണ്ടാവും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. അവര് വന്നതിന് ശേഷം അവൾക്ക് രാത്രി പകലൊന്നില്ലാതെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. തർക്കുത്തരം പറയാൻ തുടങ്ങിയതും ഇത് കേട്ട് വരുന്ന വിഷ്ണു, സുബൈർക്ക എന്ന് പറഞ്ഞ വിഷ്ണു അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ഈ പറഞ്ഞതിലൊന്നും ഒരു സത്യവും ഇല്ല ഇക്ക. നൂർജഹാൻ നല്ല കുട്ടിയാണ്, എന്റെ അച്ഛനും അമ്മയും ഒരു മകളെ പോലെ അവളെ കാണുന്നത്. ഇക്ക അവൾ എനിക്ക് പെങ്ങളെ പോലെയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള അകൽച്ചയൊന്നും ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന ആ കുടുംബങ്ങൾ തമ്മിലുള്ള നല്ലൊരു ബന്ധം. അതിങ്ങനെ പറഞ്ഞ് തകർക്കരുന്ന് പറയിക്ക. നസീർ പറയും, നീ മാമയെ സോപ്പിടുന്നതൊന്നും ഇവിടെ നടക്കില്ല. ഞാനേ ഇതിനപ്പുറവും കഴിഞ്ഞു വന്നവനാ. മാമയ്ക്ക് ഇതിനെ നേരായ വഴിക്ക് ഇറക്കിവിടാൻ മടിയായിരിക്കും, പക്ഷെ എനിക്ക് ഇറക്കിവിടാൻ പല വഴിയുണ്ട്. അതോടെ നീ ഓർത്തു വെച്ചോ. അതിൽ വിഷ്ണുനങ്ങ് ദേഷ്യം വരും. ഡേ എന്നിങ്ങനെ വിരൽ ചൂണ്ടി പറയും. ഇക്കുള്ളതുകൊണ്ട് ഒന്ന് ശാന്തമായിട്ട് പറയും,
നീ നിന്റെ ഇഷ്ടമുള്ളതുപോലെ നിനക്കറിയുന്ന വഴി നോക്കിക്കോ. സുബൈർക്ക് പറയാതെ ഞങ്ങൾ അവിടുന്ന് ഒഴിപ്പിക്കാൻ നിനക്കാവില്ല. കാരണം ഞാനും സുബൈർക്കയും തമ്മിലാ വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്, അല്ലാണ്ട് നീയുമായിട്ടല്ല. നസീർ പറയും, എങ്കിൽ നീ ചെവി നുള്ളിക്കോ, നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇല്ലെങ്കിലേ നിന്നെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കും. വണ്ടി എടുക്കടാ എന്ന് പറയുമ്പോ ഫ്രണ്ട്സ് വണ്ടി എടുക്കും. അങ്ങനെ നസീർ ആ വണ്ടിയിൽ കയറി അവിടുന്ന് പോവാണ്. ഇക്ക പറയും, ഇതാണ് അനിയത്തിയുടെ മോനെ, കണ്ടില്ലേ നല്ല പയ്യനാ എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ വിഷ്ണു പറയും, ഇക്ക ഞാൻ വന്നത് ലോൺ പാസ്സായി അത് പറയാനാ. ഇത്ര പെട്ടെന്ന് പാസ്സായോ? വിഷ്ണു പറയും, അതിന് ഇക്കയെ കണ്ടേ നന്ദി പറയാനാ വന്നത്. അതിങ്ങനെയായി. ഇക്ക പറയും, അതൊന്നും ഓർത്ത് വിഷ്ണു ബേജാറാവണ്ട, ആ പോയവൻ ഞങ്ങളുടെ ആരുടെയും കയ്യിൽ നിൽക്കുന്നതിനല്ല. അവൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് വിഷ്ണു സൂക്ഷിക്കുന്നത് നല്ലതാണ്, പകയുള്ള ഇനമാ. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലാണ്. അവിടെ പൊന്നി എന്തോ പലഹാരം ഉണ്ടാക്കി കൊണ്ട് നിൽക്കണേ. ബാമ വന്ന് ഈ സാധനം വാങ്ങിക്കാൻ പിള്ളയെ കാണുന്നില്ലല്ലോ, പച്ചക്കായ മാത്രം പോരെ? പൊന്നി പറയും, അല്ല വലിയൊരു ലിസ്റ്റ് ഉണ്ട് ദാ എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇനി ട്യൂഷൻ സെന്ററിലേക്കുള്ള ഓർഡറിന്റെ സാധനങ്ങളുടെ ലിസ്റ്റ് ശാന്തേച്ചി എഴുതി വെച്ചിട്ടുണ്ട്, കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ തിരയുമ്പോ രാഘവേട്ടൻ അങ്ങോട്ട് വരും. കാര്യം തിരക്കുമ്പോ ബാമ പറയുമ്പോ രാഘവേട്ടൻ പറയും, അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം, എന്നാ പിന്നെ സ്ഥലം മറക്കില്ലല്ലോ, എപ്പോഴും ഷീറ്റൊക്കെ അതിൽ എഴുതി വെച്ചാൽ മതി, അപ്പോഴേക്കും സാധനം കിട്ടും. എന്നാ പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് എടുത്തു വെച്ചാൽ മതി, അപ്പോഴേക്കും പിള്ളച്ചേട്ടനും അങ്ങോട്ട് എത്തും. അങ്ങനെ ശേഷം പിള്ളച്ചേട്ടൻ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവര് പോകാൻ തുടങ്ങുമ്പോ പൈസ വേണ്ടേ? പൊന്നി വാങ്ങിച്ചില്ലേ? പൊന്നി ചിരിക്കണേ. അങ്ങനെ ബാമ, രാഘവേട്ട പൈസ കൊടുക്ക് എന്ന് പറയുമ്പോ രാഘവേട്ടന്റെ മൈൻഡ് ഇപ്പൊ പോയിട്ടുണ്ട്, വേറെ ഏതോ ലോകത്താ. എന്ത്? ആ പൈസ എടുത്തു കൊടുക്ക് രാഘവേട്ട. രാഘവേട്ടൻ പോക്കറ്റിൽ കൈയിടും. പൈസയോ? ഏത് പൈസ? 100 കൊണ്ടുവന്ന് 27 രൂപ തന്നില്ലായിരുന്നോ? ഞാനത് രാഘവേട്ടന്റെ കയ്യിലേക്കില്ല തന്നത്, എന്റെ കയ്യിലേക്കോ? ബാമ പറയും, പിന്നല്ലാതെ പൊന്നി നീ കണ്ടതല്ലേ? പൊന്നി പറയും, അത് രാഘവൻ സാറേ, ആ പണം സത്യമ്മ സാറിന്റെ കയ്യിലാ തന്നത്, ഞാൻ എവിടെ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞ് ആലോചിക്കും. അലമാരക്കകത്തുണ്ട്, ഞാൻ ഇപ്പൊ എടുത്തു വരാട്ടോ എന്ന് പറഞ്ഞ് ബാമയുടെ മുന്നിൽ കൂടെ തന്നെ രാഘവേട്ടൻ പോവും. ബാമയ്ക്കാണെങ്കിൽ ചെറിയൊരു പേടിയുണ്ട് ഇപ്പോ, ഈയിടെയായിട്ട് മറവി ഇത്തിരി കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ ബാമയും കൂടെ പോകും. അങ്ങനെ രാഘവേട്ടൻ റൂമിൽ ചെന്ന് അലമാര തുറന്നു നോക്കുമ്പോ വെച്ച സ്ഥലം ഓർമ്മയില്ലാഞ്ഞിട്ടാട്ടോ, കാണുന്നില്ല. ബാമ അപ്പോഴേക്കും അങ്ങോട്ട് വരുമ്പോ, ബാമേ നീ എന്റെ കയ്യിൽ തന്നെയാണോ തന്നത്? പിന്നല്ലാതെ. രാഘവേട്ടന് ആകെ ഒരു മറവി, ഞാനത് അലമാരക്കകത്താണോ അതോ ഇവിടെയാണോ വെച്ചതെന്ന് ശരിക്കും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ തലണയും കട്ടിലിന്റെ ബെഡൊക്കെ ഇങ്ങനെ പൊന്തിച്ചു നോക്കണേ. പൊന്നിയും അങ്ങോട്ട് വരും. ബാമയും രാഘവേട്ടനും തിരയുന്നാണുമ്പോ പൊന്നി പറയും, പൈസ ഈ വീടിനകത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും, നമുക്ക് നോക്കാം. ഞാൻ എന്നാലും ഇത് എവിടെ വെച്ചത്, ഇനി ആർക്കെങ്കിലും കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ബാമയ്ക്കും, ഓർമ്മയില്ലാത്ത ആളെന്തിനാ ഞാൻ പൈസ എന്നപ്പോ അത് വാങ്ങിക്കാൻ നിന്നത്? ഇനി നാളത്തെ കാര്യത്തിനും മറ്റാവശ്യങ്ങൾക്കും ഞാൻ എവിടുന്ന് പണം ഉണ്ടാക്കും? നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മയില്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ, മറ്റുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. പൊന്നിയാണെങ്കിൽ അവിടെയൊക്കെ തെരഞ്ഞോണ്ടിരിക്കണേ. ബാമ നല്ല ദേഷ്യത്തിലാ. എന്റെ ബാമേ അതെവിടെ വെച്ചെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? മരിക്കണോ? ബാമ, നിങ്ങളെപ്പോലുള്ളവരെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. ഇത് കേൾക്കുമ്പോ രാഘവേട്ടൻ അങ്ങ് ഞെട്ടിപ്പോകും. പൊന്നിയും ബാമ പറയും, കുടുംബത്തിനൊരു കൈസഹായം ഇല്ലാതെ ജീവിക്കുകയും ചെയ്യും, ഇതുപോലുള്ള ഏടാകൂടങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കുകയും ചെയ്യും. ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ട, ദ്രോഹിക്കാതിരുന്നോട്. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ എനിക്ക് എന്റെ കാശ് കിട്ടണം. എവിടെയാ വെച്ചിരിക്കുന്നത് വെച്ചാ അതങ്ങ് നോക്കിയെടുത്തോളണം. രാഘവേട്ടാ, ഞാൻ ഇതിന്റെ മനസ്സ് തട്ടി പറയുന്നത്, എനിക്ക് കാശ് വേണം. ബാമയാണെങ്കില് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ട് പൊന്നിയും ഷോക്കായിരിക്കണേ. രാഘവേട്ടനും വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ പഴയ വീട്ടിലാണ്. അവിടെ ശ്യാമ ഇങ്ങനെ ഫോൺ എടുത്ത് ശാരദാമ്മയെ വിളിക്കാം. ശാരദാമ്മ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് വെക്കുമ്പോ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. എന്ത് പറ്റി മോളെ, ഇപ്പൊ എന്താ ഉണ്ടായേ? അപ്പൊ ശ്യാമ കരഞ്ഞോണ്ട് കാര്യങ്ങൾ പറയണേ. രോഹിത് ഇപ്പോ ഇവിടെ ഫുൾ നിയന്ത്രണങ്ങളാണേ, പപ്പിമോളെ ഡാൻസ് ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല. ശാരദാമ്മ പറയും, അതെന്താ? ഇവിടെ സത്യയും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ സന്തോഷമല്ലേ മോളെ നമ്മുടെ സന്തോഷം. പക്ഷെ അമ്മ രോഹിത്തിന് അതൊന്നും മനസ്സിലാവുന്നില്ല. പാവം എന്നോട് കാണിക്കുന്നത് പോട്ടെ, ആ ചെറുതിനോട് പോലും കാണിക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത്. എല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നാണമ്മേ. ശാരദാമ്മ നീ കരയല്ലേ, എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടിരിക്കും ദൈവം. എന്തായാലും നീ ഒന്ന് കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, പിന്നെ രോഹിത്തിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിലപ്പോ സമയദോഷത്തിന്റെ ആണെങ്കിലോ, വെറുപ്പ് വന്നു കഴിഞ്ഞാൽ ചിലർ ഇങ്ങനെയാണ് മോളെ, ആരെയും കണ്ണിൽ പിടിക്കില്ല. ശ്യാമറിയും എന്തായാലും അമ്മ പറഞ്ഞ പോലെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാം, വഴിപാട് നടത്താം, രോഹിത്തിനെ വിളിച്ചു നോക്കാം, വന്നാ കൊണ്ടുപോവാം, ഇല്ലെങ്കിൽ ഞാനും പപ്പിമോളും പോവാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ഗേറ്റ് തുറന്ന് രാഘവേട്ടൻ വരുന്നേ. രാഘവൻ നായരെ കാണുമ്പോ ശ്യാമ എങ്ങനെ ഞെട്ടും. അയ്യോ അച്ഛൻ. ശ്യാമ പറയുന്നത് ശാരദാമ്മ കേൾക്കും. അച്ഛനോ? അമ്മേ ഇവിടെ വിഷ്ണുവേട്ടന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യണേ. രാഘവേട്ടൻ എന്താ അവിടെ എന്നിങ്ങനെ ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം രാഘവേട്ടൻ ഓർമ്മയില്ലാതെ വന്നിരിക്കണേ. അങ്ങോട്ട് കയറിയിട്ട് ബാമേ എന്ന് വിളിച്ചിട്ടാ വരുന്നത്. എന്താ ബാമേ, ഈ ചവറെല്ലാം കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ബാമേ? ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോ ശ്യാമ ഞെട്ടുന്നുണ്ട്. ഇതിങ്ങനെ കൂടിക്കിടന്ന ഏതെങ്കിലും എഴജന്തുക്കൾ വന്നു പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോഴേക്കും ശ്യാമ അങ്ങോട്ട് അച്ഛാന്ന് വിളിച്ചു വരുമ്പോ
രാഘവേട്ടൻ പറയും, എത്ര പെണ്ണുങ്ങളുള്ള വീടായത്, ഈ ചവറൊക്കെ അടിച്ചു വാരി കത്തിക്കാൻ ആർക്കും നേരെയില്ലെന്ന് പറഞ്ഞ. അതെന്താ, എല്ലാത്തിനും എന്റെ കൈ വേണം. എടി നിന്റെ അമ്മ എന്തേ? ശ്യാമ എല്ലാം കേട്ട് ഞാൻ ഞെട്ടി നിൽക്കാ. എടി ബാമ എന്താന്നാ ഞാൻ ചോദിച്ചത്. ശ്യാമയ്ക്കും അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ എന്നെ ഭരിക്കാനല്ലേ അവൾക്കറിയോ? ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും അവള് കാണില്ലല്ലോ. എല്ലാത്തിനും മേലെ വയ്യത്ത് ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞ് വോക്കിംഗ് സ്റ്റിക് കൊണ്ട് ആ ഇലകളൊക്കെ ഇങ്ങനെ കൂട്ടിയിടണേ. ശേഷം അകത്തേക്ക് നോക്കി ബാമേന്ന് വിളിക്കും. ഇത് കേട്ട് ശ്യാമ ഷോക്കായി നിൽക്കാ. അച്ഛാ എന്ന് വിളിച്ച് അടുത്ത് വന്ന് പിടിക്കുമ്പോ എന്തേ അവള് ബാമ എന്തേന്നേ ഇങ്ങനെയുള്ള സംസാരവും ഈ രീതിയൊക്കെ കണ്ടേ ശ്യാമ ഇങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്